നമസ്കാരം. ട്രംപിന് ഭ്രാന്തായി. എന്തൊക്കെയോ കടന്ന് വിളിച്ചു പറയുകയാണ്. കാണുന്ന എല്ലാ പേരോടും ട്രംപ് അടിയുണ്ടാക്കുന്നുണ്ട്. എന്നിട്ടോ സമാധാനത്തിന്റെ പാതയിലേക്ക് ട്രംപ് തന്നെ നേരെ പോകുന്നുമുണ്ട്. ട്രംപിനെയും അമേരിക്കയും പിണക്കിയാലോ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. സത്യത്തിൽ ആരാണ് ഈ ട്രംപ്? നേരെ ചൊവ്വ ഭരണം പോലും നടത്താൻ അറിയാത്ത, കച്ചവട താല്പര്യം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കയിലെ ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അവിടെ കടന്ന് ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവസാനം ട്രംപിന്റെ ഉപദേഷ്ടാവായ ഇലോൺ മസ്ക് വരെ ഭ്രാന്തെടുത്ത് അവിടെ നിന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് എല്ലാം വലിച്ചെറിഞ്ഞ് നേരെ ഇലോൺ മസ്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനമുണ്ട്, അവിടെ ചെന്നിപ്പോൾ ഇരിക്കുകയാണ്. ട്രംപിനെ കൊണ്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും അവിടുത്തെ ജനങ്ങൾക്ക് പോലും പൊറുതിമുട്ടി എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമോ എന്നാണ് രാവിലെ ഉറക്കമെണീക്കുമ്പോൾ ട്രംപ് എല്ലാം നോക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ അടിയുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ അടി നിർത്തിയത് ഞാനാണെന്ന് പറഞ്ഞ് എനിക്ക് നോബൽ സമ്മാനം തരൂ എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും അമേരിക്കയുടെ നേരെ വരരുതെന്ന് ആണ് ട്രംപ് പറയുന്നത്. കാരണം അങ്ങനെ വന്നാൽ ട്രംപ് നേരെ തീരുവ ഒരു ആക്രമണം, അതായത് താരിഫ് വർദ്ധിപ്പിച്ച് ഒരു ആക്രമണം അഴിച്ചുവിടും. ബ്രിക്സ് ഉച്ചകോടിക്ക് പിന്നാലെ അംഗരാജ്യങ്ങളോട് സ്വരം കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക നികുതി ഈടാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യത്തിനും 10% അധിക തീരുവ ഈടാക്കും. ഈ നയത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി. ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. അമേരിക്കയുടെ പ്രസിഡന്റൊക്കെയാണ്, സമ്മതിച്ചു. കൂടാതെ അമേരിക്ക ഒരു പവർഫുൾ രാജ്യമൊക്കെ തന്നെയാണ്. പക്ഷേ അമേരിക്ക എന്ന രാജ്യം ഉണ്ടാകുന്നത് ഔദ്യോഗികമായി 1776 1788 അവരുടെ ഭരണഘടന നിലവിൽ വരുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ രാജ്യമാണ് അമേരിക്ക. അതുമാത്രമല്ല, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അമേരിക്ക കുറച്ചെങ്കിലും പച്ച പിടിച്ച് ഇത്രയൊരു പവർഫുള്ളായി നിൽക്കുന്നത്. അമേരിക്ക മുന്നേ പഴക്കമുള്ള ഒരുപാട് രാജ്യങ്ങൾ വേറെയുമുണ്ട്. അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ ഏതൊക്കെയാണെന്ന് ട്രംപ് വിശദീകരിച്ചിട്ടില്ല. താരിഫ് ഉടമ്പടികൾ സംബന്ധിച്ച രാജ്യങ്ങൾക്ക് കത്തയക്കുമെന്നും മറ്റൊരു പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ട്രംപിന്റെ ഏകപക്ഷീയമായ താരിഫ് നിലപാടുകളിൽ ബ്രിക്സ് ഉച്ചകോടി ആശങ്ക അറിയിക്കുന്നുണ്ട്. ലോക വ്യാപാര ബന്ധങ്ങളെ ഇത് തകർക്കുമെന്നും ലോക വ്യാപാര സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു ബ്രിക്സ് ഉച്ചകോടി നിലപാട് വ്യക്തമാക്കിയത്. ട്രംപിന്റെ ഇറക്കുമതി തീരുവകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. കൂടാതെ ഈ ബ്രിക്സിൽ അംഗങ്ങളായിട്ടുള്ളവർ, ഈ രാജ്യങ്ങളെന്ന് പറയുന്നത് വെറും ഒരു ടുക്കട രാജ്യങ്ങളൊന്നുമല്ല. അവർ തിരിച്ച് അമേരിക്കയെ ഒന്ന് വെല്ലുവിളിച്ചാൽ അമേരിക്ക നിന്ന നിലപ്പിൽ തകരാവുന്നതേ ഉള്ളൂ. ട്രംപ് ഭരണകൂടവുമായുള്ള വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് ഇന്ത്യ. ചർച്ചകൾ പൂർത്തിയായതായും കൂടുതൽ റൗണ്ടുകളൊന്നും ശേഷിക്കുന്നില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. രാജ്യത്തെ തൊഴിൽ മേഖലയെ പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ന്യായമായ കരാറാണ് ഇന്ത്യ മുന്നോട്ട് വച്ചത്. അതേസമയം നെല്ല്, പാൽ, ഗോതമ്പ്, മറ്റ് ജനിതക മാറ്റം വരുത്തിയ വിളകൾ തുടങ്ങിയ ആഭ്യന്തര താൽപ്പര്യങ്ങൾക്ക് നിർണായകമായ മേഖലകളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ശക്തമായി വിസമ്മതിച്ചതായാണ് അറിയുന്നത്. കൂടാതെ സ്റ്റീൽ, ഓട്ടോമൊബൈൽ, അലൂമിനിയം എന്നിവിടങ്ങളിലും മേഖലാ താരിഫുകൾ ഇടക്കാല വ്യാപാര കരാറിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അധിക തീരുവകളുടെ 90 ദിവസത്തെ സാവകാശം ജൂലൈ 9 അവസാനിക്കും. ഇത് പ്രകാരം US വിപണിയിൽ പ്രവേശിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% അധിക ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്.
10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.